ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും പ്രാണവൃന്ദാവനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ മനോഹരമായൊരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. അനുഭവം. ഗുരുവായൂരിൽ നിന്ന് വിളിച്ചിട്ടുള്ള ഈ ഭക്തൻ്റെ അനുഭവം കേൾക്കാതെ പോകരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കഥയിൽ അദ്ദേഹം പരിചയപ്പെട്ട അമ്മ കുറൂരമ്മ തന്നെയാണോ എന്നൊരു സംശയം. കേട്ട് നോക്കിയാലോ ഈ അത്ഭുത അനുഭവം. കുറൂരമ്മ ശബരിമലയിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കഥ കേൾക്കാം. ആകാംക്ഷയോടെ കാത്തിരുന്നോളൂ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരികൃഷ്ണ. ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ വീട് കുന്നംകുളമാണ്. ഗുരുവായൂര് എപ്പോഴും ഉണ്ടാവും. ഗുരുവായൂര് ഞാൻ ഒരു പുസ്തകം എഴുതിയിരുന്നു. അപ്പോ ഗുരുവായൂർ രാംദാസ് ഗുരുവായൂർ എന്നുള്ള ഇതിലാണ് അറിയപ്പെടുന്നത്. ചെറുതായിട്ട് വലിയ ഇങ്ങനെയൊന്നല്ല കേട്ടോ. പക്ഷെ എനിക്കൊരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാണ്ടായി. അതായത് 93 വയസ്സായ ഒരു അമ്മൂമ്മ കാവ്യം ഉടുത്തിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ പുറത്തേക്ക് മുന്നേ കാണാതെ. അപ്പോ അവിടെ വർഷങ്ങളായിട്ട് പടിഞ്ഞാറക്കിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞിരുന്നത്. മുപ്പത് എന്തെങ്കിലും പൈസ കൊടുത്താൽ വാങ്ങൂല. ഇന്നത്തെ ചെലവിലേക്ക് ഒരാള് തന്നിട്ട് എന്നിട്ട് വലിയ അടുപ്പാ. ഞാന് എപ്പോഴും കാര്യം തൊട്ട് വന്നിക്കും വലിയ കാര്യമാണ്. അപ്പൊ കണ്ണിന് തീരെ കാഴ്ചയില്ല. വളരെ അടുത്ത് കൈ ചേർത്ത് വെച്ച മാതിരി അത്ര അടുത്ത് ഇതിലാണ് മുപ്പത്തി കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഞാനിത് വർക്ക് ചെയ്യണമെന്നുള്ളത് ചോദിക്കായിരുന്നു. ഒരു തെളിവൊന്നും എനിക്കില്ല. കാരണം ഇപ്പൊ ആളെ കാണുന്നില്ല. അപ്പൊ ഞാൻ അമ്മയെ കുറിച്ച് 1-2 കാര്യങ്ങൾ വേറെ ഇങ്ങനെ പറയണായിരുന്നു. വിളിക്കാൻ മുപ്പത്തേരും പിന്നെ കൊറോണ ടൈമിൽ പിന്നെ ഞാൻ ചിന്തിച്ചത്. അപ്പൊ എന്താ സംഭവിച്ചാല് മിക്കവാറും മലയ്ക്ക് പോകാറുണ്ട്, ശബരിമലയ്ക്ക് പോകാറുണ്ട്. ഒരു ദിവസം ഒരിക്കൽ പിന്നെ മഹത്തോളം പറയപ്പോ അമ്മ എന്ന യാത്ര വെച്ച് മകരവിളക്കൊന്ന് കാണണം, എനിക്ക് പോകാം. പിന്നെ സ്വന്തം ഒരു എന്താ പറയാ, അത്രയും ഞങ്ങളൊരു വലിയൊരു ഭയങ്കര സംഭവം. എപ്പോഴും 2 കാര്യം ചെയ്യും, 2 പിടങ്ങി കൊള്ളും. അങ്ങനൊക്കെ ഉള്ളൊരു അമ്മ. അപ്പൊ പിന്നെ എന്താ കാര്യച്ചാല് അങ്ങനെ പോയി. അപ്പൊ ഞാനാകെ മുഖത്ത് കഴിച്ചു, എന്ത് ചെയ്യുമ്പോ ഇത്രയും വലിയ തിരക്കി. അപ്പൊ കൂട്ടുകാരുള്ള ശരിക്കും എന്തിനാണ് അയ്യപ്പല്ലേ, പിന്നെ കണ്ണനുമില്ല കൂടെ, പിന്നെ ഇവിടൊക്കെ കാത്തുരക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പമ്പയില് കുളി കഴിഞ്ഞപ്പോ പറയാ എന്നോട് ഗുരുവായൂർ കിഴക്കേ നടക്കിയ മറ്റേ ഇവിടുന്നാണ് പറയുന്നത്. അതായത് മറ്റേ കുടിമരത്തിന്റെ അവിടെ നിന്നാ പറയുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്, കൈ കുളിച്ച് പിന്നെ പമ്പയിന്ന് കുളി കഴിഞ്ഞപ്പോ ഒരു കുട്ടി വന്നിട്ട് കൈ പിടിച്ചിട്ടുണ്ട്. അമ്മയെ പോവല്ലേ എന്ന് വെച്ചത്രേ. പിന്നെ നീലിമല കയറിയതും ഇവിടെ 18 എത്തിയ ആള് എന്താ പറയാൻ വാക്കുകളില്ല. അമ്മ പറയുന്നത് എനിക്ക് പറയാനൊന്നുമില്ല. പിന്നെ അമ്മ കരയാൻ തുടങ്ങി ഭയങ്കര. അപ്പോ പിന്നെ അവിടെ ആരോ കണ്ടു പരിചയപ്പെട്ടിട്ട് നെയ്ത്തേയും ശരിയാക്കി പിടിച്ച് പിന്നെ വരുമ്പോ ഒരുപാട് കുറച്ച് വയസ്സായ ഒരാള്, കുറച്ച് അമ്മരത്ര ഒന്നും വയസ്സില്ല, എന്നാലും കുറച്ച് പ്രായമുണ്ട്. അപ്പൊ അവള് എന്നിട്ട് പറഞ്ഞത്ര പൂവല്ലേ വെച്ചത്ര. അങ്ങനെ നീലിമല പമ്പയിലെത്തി. അത് ഈ നടക്കുന്നതൊന്നും ഒരു മായ പ്രപഞ്ചത്തിൽ ഇങ്ങനെ എന്താ പറയാൻ വാക്കുകളില്ല. അങ്ങനെ ഒരു സംഭവം. പക്ഷെ വാളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു അടയാളപ്പെടുത്തി അങ്ങനെയൊക്കെയുള്ള അതിന്റെ ഒരു ശരിയായ രീതി. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞ വാക്ക്. അപ്പൊ ഞാന് അമ്മക്ക് അത്രയും ഭക്തി. കാരണം അത് ഭക്തി എന്ന് പറഞ്ഞാല് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കാലത്ത് പുലർച്ചെ 4 മണിക്ക് അമ്പലത്തിൽ എത്തിട്ടോ. ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവാറും ആൾക്കാരും ശ്രദ്ധിക്കാനാണ് സാധ്യത. കാരണം ആരോടൊന്നും മുറിക്കുന്നില്ല. അങ്ങനെ ഒരു സ്വഭാവക്കാര്. അതിൽ വെറും ഭക്തി എന്നുള്ള ഒരു ഇതില് പിന്നെ 91 വയസ്സോടെ. അപ്പൊ പിന്നെ ഗുരുവായൂർ അമ്പലത്തിനും അമ്പൂർ അമ്പലത്തിൽ പോയി. കാലത്തും വൈകിട്ടും യാത്ര. ഇത്രയും ഈ ചൂലഴിച്ചിട്ടുള്ള വാഹനങ്ങള് ഞങ്ങൾക്ക് തന്നെ പോകുമ്പോ പേടിയാ. കാരണം അത്രയും ഇതാണ്. നമുക്ക് ഇന്നത്തെ കാലഘട്ടം അറിയാലോ. ഞാന് ഗുരുവായൂർ എടുത്ത് മമ്മിയൂരിന്റെ ബാക്കിലായിരുന്നു താമസം. അതെ, കുറച്ചായിട്ടുള്ളൂ ഇങ്ങോട്ട്. ഇപ്പൊ കോഴിക്കോടേക്ക് വന്നിട്ട് അധികമായിട്ടില്ല, ഇല്ല 3-4 മാസം ആയിട്ടുള്ളൂ. അതുവരെ ഗുരുവായൂരായിരുന്നു, അവിടെ അടുത്ത് തന്നെ ആയിരുന്നു താമസം. ഞാൻ എല്ലാ ദിവസവും വരാറുണ്ട്. മമ്മിയൂരും ഗുരുവായൂരൊക്കെ രാവിലെ വരും. ചെലപ്പോ കാണാൻ സാധ്യതയുണ്ട് ഈ അമ്മൂമ്മനെ. വളരെ വണ്ണം കുറഞ്ഞിട്ടുള്ള അമ്മൂമ്മനെ. കാവ്യാണ് വസ്ത്രം, കാവ്യ ജാക്കറ്റും കാവ്യ സാരിയാണ് മുപ്പത്തേര് സ്ഥിരം ഇത്.
ഇപ്പളെ നല്ല കൊറോണ മുന്നെയാണ്. പക്ഷെ കൊറോണന്റെ മുന്നേ അല്ലേ? അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ചോദിച്ചു, ദൈവമേ ഒരു എന്തെങ്കിലും ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ തിരക്കണ്ടായിരുന്നു അയ്യപ്പ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിളിച്ചില്ല. പക്ഷെ ഇപ്പൊ മനസ്സിൽ ചിലപ്പം കുറൂരമ്മയാവും തോന്നുന്നു അല്ലേ? എനിക്ക് കഥ കേട്ടിട്ട് കുറൂരമ്മ അവിടെ തന്നെ ഉണ്ട് എന്നാണല്ലോ പറയാറ്. അതിനെക്കാട്ടി ഭയങ്കര സംഭവം ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം ഞാൻ ശ്രദ്ധിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം കൂടി അവിടെ ഇങ്ങനെ അരിച്ചു പറക്കി കാരണം പ്രായമായിട്ടുണ്ട് എന്താ സംഭവിച്ചെന്നൊന്നും പലവരോടും 1-2 ആൾക്കാരോട് അന്വേഷിച്ചു. അങ്ങനെ ഒരാൾ പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ ആളെ വലിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞോട്. പിന്നെ ഇവിടെ തെളിവൊന്നുമില്ല അങ്ങനത്തെ സംഭവം. എന്തായാലും നല്ല രസമുണ്ട് കേൾക്കാൻ. എനിക്ക് വോയിസ് ഒന്ന് അയക്കോ, വാട്സപ്പിൽ ഒന്ന് അയക്കോ? എന്താ പറയാ, അവിടുന്ന് പമ്പയിലെത്തിട്ട് പമ്പയിൽ KSRTC ബസ്സിന് പോകുന്നു. അപ്പൊ ഒറ്റയ്ക്കുള്ളേ. അപ്പൊ അതിന് 93 വയസ്സായി. എന്തെന്നാ പറയുന്നത്, ഭഗവാന്റെ ഒരു ധൈര്യത്തിലാണ് പോയതാ. അതെ, അതന്നെ. ശരി എന്നാല് ഞാൻ ഹരേ കൃഷ്ണ. ഈ അനുഭവം കേട്ടപ്പോൾ എന്ത് തോന്നി? അത് നമ്മുടെ കുറൂരമ്മയായിരിക്കില്ലേ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗുരുവായൂരിൽ ഇപ്പോഴും കുറൂരമ്മയുടെയും മേൽപ്പത്തൂരിൻ്റെയും ഭട്ടതിരിയുടെയും ഒക്കെ സാന്നിധ്യമുണ്ട് എന്നുള്ളത്. ഒരു പക്ഷേ അത് കുറൂരമ്മ തന്നെ ആകാമല്ലേ? അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരായ എല്ലാ അമ്മമാരും കുറൂരമ്മയെ പോലെ അത്രമാത്രം ഭഗവാനെ നെഞ്ചിലേറ്റി നടക്കുന്നവരാണ്. അവരുടെ കൂടെ ഭഗവാൻ എന്നും കാവലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നീട് ശബരിമലയിൽ ഒറ്റയ്ക്ക് പോയ അമ്മയെ പിന്നീട് അവിടുത്തെ അനുഭവം പറഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായിരിക്കും എന്നറിയില്ല. തീർച്ചയായിട്ടും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്ത തന്നെയാണ് അത്. അവരുടെ അനുഭവം പങ്കുവച്ചത് വ്യക്തിയും ഭഗവാന് പ്രിയപ്പെട്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ അനുഭവം നമുക്കും കൂടി പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, ഭക്താനുഭവങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ്. എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വോയിസ് അയക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ ചാനലിൽ അത് പങ്കുവയ്ക്കാം. ഇത്തരത്തിലുള്ള കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് വഴി മറ്റുള്ളവരുടെ ഉള്ളിലും ഭക്തിയുടെ വെളിച്ചം നിറയുകയാണ്. നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ്. അതുകൊണ്ട് ഭഗവാനോട് നിങ്ങൾക്ക് കടപ്പാടുണ്ടെങ്കിൽ നമ്മുടെ ഭക്താനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു മടിയും കാണിക്കരുതേ. പലരും അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മടി കാണിക്കാറുണ്ട്. പക്ഷേ ഭഗവാൻ നൽകുന്ന ആ അനുഭവം നിങ്ങൾ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക തന്നെ ചെയ്യണം. ഭഗവാനോട് കാണിക്കുന്ന നന്ദികേടായി പോവും അത് പങ്കുവയ്ക്കാതെ പോയാൽ. ഈ ചാനൽ അല്ലെങ്കിൽ മറ്റൊരു ചാനലും അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും ഇതെല്ലാം പറയണം. കാരണം ഇതെല്ലാം കേട്ട് മറ്റുള്ളവരുടെ ഉള്ളിലും ഭക്തിയുടെ വെളിച്ചം നിറയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമൻറ്റും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.